ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാൻബിയ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള കൽത്തപ്പം ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി 1 മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം വെള്ളത്തിൽ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാറ്റർ. അതിനുശേഷം ഞാൻ കുറച്ച് 4-5 കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, 3 ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഞാൻ 3 ശർക്കരയും അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും നന്നായിട്ട് വാട്ടിയെടുക്കണം. അതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ബാറ്ററിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചുള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ബാറ്ററിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് നേരെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ച നമ്മുടെ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കർ അടച്ചു വയ്ക്കുക. വിസിൽ റിമൂവ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇത് കുക്കർ നമ്മൾ മൂടി വെച്ചിട്ട് 30 സെക്കൻഡ്സ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ കൽത്തപ്പം റെഡി ആവും കേട്ടോ. അപ്പോൾ എൻ്റെ 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എൻ്റെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പീസ് മുറിച്ചെടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളു ഭാഗം എങ്ങനെയാണെന്ന്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആരൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് സ്ട്രക്ചറിലാണ് ഇത് വരുന്നത് കേട്ടോ. ബേക്കറിയിൽ എങ്ങനെ കിട്ടുന്ന അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രണ്ട്സ്.